ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സാലം ലേണിംഗ്. അനിറ്റമിൻസ് ആണ്. അപ്പൊ എല്ലാ മക്കളും എക്സാമിന്റെ പ്രിപ്പറേഷനിലായിരിക്കും അല്ലെ. അപ്പൊ അടുത്തതായിട്ട് നമ്മുടെ ബേസിക് സയൻസിന്റെ എക്സാം വരുന്നുണ്ട്. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് ഇങ്ങനെ റിവിഷൻ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ അതിന് മുന്നോടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റിവിഷൻ നടക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ കുറച്ച് ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് പഠിക്കാം കേട്ടോ. അപ്പം ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ഇതാണ്. മക്കൾക്ക് ഇവിടെ എന്താ കാണാൻ വേണ്ടി പറ്റുന്നത്, ഒരു സർക്യൂട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലെ. ഇനി നമ്മുടെ ചോദ്യം വായിക്കാം. ഇൻ ദ എബോവ് സർക്യൂട്ട് when 4 cells were used instead of 1 cell, this fuse wire melted. What could be the reason for this? അതായത് ചിത്രത്തിൽ നൽകിയിരിക്കുന്ന സർക്യൂട്ടിൽ ഒരു സെല്ലിന് പകരം 4 സെല്ല് യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും, അതാണ് അല്ലെങ്കിൽ എന്താണ് ഇതിന് കാരണം, അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ മക്കൾ നോക്കിക്കേ, നമ്മുടെ സർക്യൂട്ടിൽ എന്തൊക്കെയാണ് കമ്പോണൻസ് ഉള്ളത്. ഇവിടെ ഇതാണ്ടേ ഒരു സെല്ല് കാണുന്നുണ്ട്. ഇവിടെ എന്താ കാണുന്നത്, നമ്മുടെ സ്വിച്ച് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഫ്യൂസ് വയർ, ഇതാണ് നമ്മുടെ ബൾബ്. അപ്പൊ ബൾബ് പറയുമ്പോൾ എപ്പോഴും ഗ്ലോയിങ് ബൾബ് എന്ന് തന്നെ മെൻഷൻ ചെയ്യണം, വെറുതെ ബൾബ് എന്ന് എഴുതിയാൽ പോരാട്ടോ. അപ്പൊ ഇനി ഇവിടെ ഒരു സെല്ലേ ഉള്ളൂ. ഈ സെല്ലിന് പകരം നമ്മൾ 4 സെല്ല് യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 4 സെല്ല് യൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഒബിയസ്ലി കുറച്ചും കൂടി ഹൈ എമൗണ്ട് കറണ്ട് എന്ത് ചെയ്യും, ഈ ഒരു സർക്യൂട്ടിലൂടെ പാസ് ചെയ്യും. അങ്ങനെ കറണ്ട് കൂടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്യും. അതിന്റെ റീസൺ എന്താണ്, നമ്മുടെ ഫ്യൂസ് വയർ അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂസ് എന്ന് പറയുന്നത് ഒരു സേഫ്റ്റി ഫ്യൂസ് ആണ്. കാരണം എന്താണ്, എക്സസ് എമൗണ്ടിൽ നമ്മുടെ കറണ്ട് ആ ഒരു സർക്യൂട്ടിലോട്ട് പോവുകയാണെങ്കിൽ അത് പിന്നീട് നമ്മുടെ സർക്യൂട്ടിന്റെ ഉള്ളിലെ ഈ പറയുന്ന കമ്പോണൻസിന്റെ ഒക്കെ ബ്രേക്കേജിന് അല്ലെങ്കിൽ ഡാമേജിന് കാരണമാകും. അപ്പൊ അത് ഒഴിവാക്കാനാണ് നമ്മൾ ഓരോ സർക്യൂട്ടിലും ഫ്യൂസ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പൊ കുറേ എമൗണ്ട് ഓഫ് കറണ്ട് ട്രാവൽ ചെയ്യുവാണെങ്കിൽ ആ ഒരു കറണ്ട് എന്ത് ചെയ്യുന്നു, അത് നമ്മുടെ ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്യുകയും ആ ഒരു കറണ്ട് ബാക്കി കമ്പോണൻസിലേക്ക് എത്തുന്നത് തടയുകയും ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ, നോട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്. ഇതുപോലെ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. വാട്ട് ഹാപ്പൻസ് ഓൺ മാഗ്നറ്റിക് നീഡിൽ വെൻ സ്വിച്ച് ഓൺ ആൻഡ് ഓഫ് കണ്ടീഷൻ. ഇവിടെ നിങ്ങൾ ഓർക്കുക, ഈ ഒരു സർക്യൂട്ടിൽ നിങ്ങൾക്ക് ഇവിടെ സ്വിച്ച് കാണുന്നുണ്ട് അല്ലെ. ഒരു സർക്യൂട്ടിൽ സ്വിച്ച് ഉണ്ട്. ഇവിടെ സ്വിച്ച് കണക്ട് ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങൾ വിചാരിക്കുക ഇതൊരു സ്വിച്ച് ഉള്ള ഒരു സർക്യൂട്ട് ആണെന്ന് വിചാരിക്കുക. ഇനി സ്വിച്ച് ഓൺ ചെയ്യുന്ന കണ്ടീഷനിലും അതുപോലെ തന്നെ സ്വിച്ച് ഓഫ് ചെയ്യുന്ന കണ്ടീഷനിലും എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്തിന്റെ മാറ്റമാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത്? നമ്മൾ ഇതിന്റെ അടുത്തൊരു കോമ്പസ് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. ആ കോമ്പസിൽ മാഗ്നറ്റിക് നീഡിലുണ്ട്. ആ കാന്ത സൂചിക്ക് എന്ത് മാറ്റമാണ്, അതാണ് നമ്മളോട് ചോദ്യം. അപ്പം നമുക്ക് നോക്കിയാൽ അറിയാം, ഈ സ്വിച്ച് ഓഫ് ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നില്ല. അങ്ങനെ കറണ്ട് പാസ് ചെയ്യാത്ത ഒരു സർക്യൂട്ടിന്റെ അടുത്തേക്ക് നമ്മൾ ഇതുപോലെ തന്നെ ഒരു കോമ്പസ് കൊണ്ടുവരികയാണെങ്കിൽ അതിന്റെ ആ ഒരു മാഗ്നറ്റിക് നീഡിലിന് യാതൊരുവിധ ഡിഫ്ലക്ഷനും സംഭവിക്കില്ല. പക്ഷെ അതേസമയം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ കറണ്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഒരു സർക്യൂട്ടിന്റെ അടുത്തേക്കാണ് നമ്മൾ ഇതുപോലെ തന്നെ ഒരു കോമ്പസ് കൊണ്ടുവന്നതെങ്കിൽ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ മാഗ്നറ്റിക് നീഡിലിന് ഒരു ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ അതിനൊരു വ്യതിയാനം സംഭവിക്കുന്നു. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തിന്റെ ഉത്തരം. ഇനി അടുത്തത് എന്താണ്, കാന്തവും വൈദ്യുതിയും തമ്മിലുള്ള ബന്ധം വിശദമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, നോർമലി ഒരു സർക്യൂട്ടിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അതിന് ഡിഫ്ലക്ഷൻ ഒന്നും സംഭവിച്ചില്ല. പക്ഷേ കറണ്ട് പാസ് ചെയ്ത ഒരു സർക്യൂട്ടിന്റെ അടുത്തേക്ക് ഈ ഒരു മാഗ്നറ്റിക് നീഡിൽ കൊണ്ടുവന്നപ്പോൾ അതിന് ഡിഫ്ലക്ഷൻ സംഭവിച്ചു. നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്, നമ്മുടെ കോമ്പസിന് ഡിഫ്ലക്ഷൻ സംഭവിക്കണമെങ്കിൽ അതിന്റെ അടുത്ത് ഏതെങ്കിലും ഒരു കാന്തത്തിന്റെ ഒരു പ്രസൻസ് ഉണ്ടാവണം അല്ലെ. ഇവിടെ ആകെയുള്ള എന്താണ്, വൈദ്യുതി കടത്തിവിട്ട ഒരു ഇലക്ട്രിക് സർക്യൂട്ട് മാത്രമേ ഉള്ളൂ. അതിന്റെ അർത്ഥം നമ്മുടെ വൈദ്യുതി കടത്തിവിട്ട ഇലക്ട്രിക് സർക്യൂട്ട് ഒരു കാന്തമായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിന് മൂലമാണ്, ഈ കാന്തത്തിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ നീഡിൽ എന്ത് ചെയ്യുന്നത്, ഡിഫ്ലക്ട് ചെയ്തത്. അപ്പൊ വൈദ്യുതിയും കാന്തവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു സർക്യൂട്ടിന് ചുറ്റും എന്താ ഉണ്ടാവുന്നുണ്ട്, ഒരു കാന്തിക മണ്ഡലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. അതാണ് മക്കൾ ഇവിടെ എഴുതേണ്ട ഉത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ യൂസിങ് നോൺ കണ്ടക്ടേഴ്സ് ഫോർ മേക്കിംഗ് ഹാൻഡിൽസ് ഓഫ് പാൻസ്. നമുക്കറിയാം, നമ്മുടെ വീട്ടില് കുറേ അധികം എക്യുപ്മെന്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ എക്യുപ്മെന്റ്സിലൊക്കെ നമുക്ക് ഇതാ ഹാൻഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഹാൻഡിൽ നമ്മൾ പിടിക്കുന്ന സമയത്ത് നമുക്ക് ചൂട് അനുഭവപ്പെടത്തില്ല. അതിന് റീസൺ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പാത്ത് ഓഫ് ഹീറ്റ് ഫ്ലോ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇതിനെപ്പറ്റിയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതിന്റെ റീസൺ? ഈ പറയുന്ന പിടികളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ബേക്കലൈറ്റ് എന്ന് പറയുന്ന ഒരു പുവർ കണ്ടക്ടർ, അതായത് ഹീറ്റ് കടത്തിവിടാത്ത വസ്തുക്കൾ കൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെയൊക്കെ പിടികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഹീറ്റ് ആ വസ്തുവിലൂടെ കടന്നു വന്നാൽ മാത്രമേ നമ്മുടെ കയ്യിൽ താപം അനുഭവപ്പെടുള്ളൂ. അപ്പം ഇതിന് റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ബേക്കലൈറ്റ് എന്ന് പറയുന്ന പദാർത്ഥമാണ്. അത് എന്ന് പറയുന്നത് ഒരു പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ്. ഇനി അടുത്ത ചോദ്യം എന്താണ്, ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപപ്രേഷണം നടക്കുന്നത് എങ്ങനെ? ഹൗ ഈസ് ദ ഹീറ്റ് മെയിൻലി ട്രാൻസ്ഫേർഡ് ഇൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ സോളിഡ്സ് ആയിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ ലിക്വിഡ്സ് ആയിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ ഗ്യാസസ്, ഈ 3 സ്റ്റേജിലും എന്ത് സംഭവിക്കുന്നുണ്ട്? ഹീറ്റിന്റെ ട്രാൻസ്മിഷൻ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ താപപ്രേഷണം സംഭവിക്കുന്നുണ്ട്. അതിൽ സോളിഡ്സിൽ നടക്കുന്ന രീതി എന്താണെന്ന് ചോദിച്ചാൽ കണ്ടക്ഷൻ അല്ലെങ്കിൽ എന്താണ്, ചാലനം എന്ന് പറയുന്ന ഒരു രീതിയിലൂടെയാണ്. അതായത് ഇവിടെ ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഇല്ല. അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഇനി ലിക്വിഡ്സിലാണെങ്കിലും ഗ്യാസസിലാണെങ്കിലും ഒരേ രീതി തന്നെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. അതാണ് നമ്മുടെ കൺവെക്ഷൻ അല്ലെങ്കിൽ നമ്മൾ സംവഹനം എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ തന്മാത്രകളുടെ അല്ലെങ്കിൽ മോളിക്യൂൾസിന്റെ ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നുണ്ട്. അപ്പൊ മോളിക്യൂൾസിന്റെ ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ് നടക്കാത്തത് ഏതാണ്? സോളിഡ്സിൽ നിന്നാണ്. അതാണ് നമ്മുടെ ചാലനം എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നു. ആക്ച്വൽ ആയിട്ട് ഈ ചൂട് പിടിച്ച തന്മാത്രകൾ മുകളിലേക്ക് പോവുകയും താരതമ്യേന ചൂട് കുറഞ്ഞ തന്മാത്രകൾ ആ ഒരു ഭാഗത്ത് വന്നിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ കൺവെക്ഷൻ അല്ലെങ്കിൽ സംവഹനം എന്ന് പറയുന്നത്. ഇതാണ് ദ്രാവകങ്ങളിലും വാതകങ്ങളിലും നടക്കുന്നത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്, തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ ഏതൊക്കെ രീതികളിൽ താപപ്രേഷണം തന്നിട്ടുണ്ട്? ഇവിടെ എന്താ മക്കളെ കാണുന്നത്? ഇവിടെ ഇതാ ഒരു ഗ്ലാസ്, അത്യാവശ്യം ഒരു കോപ്പ അല്ലെ, കോപ്പയോ ഒരു ഗ്ലാസ് എടുക്കുക. ആ ഗ്ലാസ്സിൽ നല്ല ചൂട് ചായ എന്ന് നമുക്ക് വിചാരിക്കാം അല്ലെ. അപ്പൊ ചൂട് ചായ ഇവിടെ കാണുന്നുണ്ട്. കുറച്ചു നേരം കഴിയുവാണെങ്കിൽ എന്താണ്, ആ ചൂട് ചായയുടെ ആ ചൂടൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് ഇങ്ങനെ ഹീറ്റ് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഏതൊക്കെ രീതിയിലൂടെയാണ് ഇവിടെ ഹീറ്റ് നഷ്ടപ്പെട്ടു പോകുന്നത്? നമുക്ക് നോക്കാം. നിങ്ങൾ തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് ഒന്ന് പിടിച്ചു നോക്കിക്കേ. പാത്രത്തിൽ കുറേ നേരം കഴിഞ്ഞിട്ട് പിടിച്ചു നോക്കുവാണെങ്കിൽ ആ പാത്രത്തിന് നല്ല ചൂടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഈ പാത്രം എന്ന് പറയുന്നത് ഇവിടെ സോളിഡ് ആണ്. അപ്പൊ സോളിഡ്സിൽ എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നത്? കണ്ടക്ഷൻ വഴി അല്ലെങ്കിൽ ചാലനം വഴി. ഓക്കെ, അപ്പൊ കണ്ടക്ഷൻ വഴി അല്ലെങ്കിൽ ചാലനം വഴി ഇവിടെ ചൂട് നഷ്ടപ്പെടുന്നുണ്ട്. ഇനി അതേസമയം ഈ പാത്രത്തിന്റെ അല്ലെങ്കിൽ ഈ ചൂട് ചായയുടെ മുകൾ ഭാഗത്ത് നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് കൈ ഒന്ന് വെച്ച് നോക്കി. അവിടെ എന്താണ്, നിങ്ങൾക്ക് ചൂട് അനുഭവപ്പെടും. കാരണം എന്താണ്, നമ്മുടെ ഈ ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഈ ഒരു ചായന്റെ ഉള്ളിലെ ആ ചൂട് പിടിച്ച തന്മാത്രകളൊക്കെ എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? മുകളിലേക്ക് പോകുന്നുണ്ട്. ആ ചൂട് പിടിച്ച തന്മാത്രകളാണ് നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യുന്നത്? ചൂട് അനുഭവിക്കുന്നതിന് കാരണം. അപ്പൊ ആ ഒരു രീതിനെ എന്താ നമ്മൾ വിളിക്കുന്നത്? ലിക്വിഡ്സിലുള്ള ഈ ഒരു താപപ്രേഷണത്തെ രീതിനെയായിരുന്നു നമ്മൾ എന്ത് വിളിക്കുന്നത്? കൺവെക്ഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി ഇത് രണ്ടും അല്ലാതെ വേറൊരു രീതിയും കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്, റേഡിയേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ഉദാഹരണം എടുക്കുവാണെങ്കിൽ നമ്മൾ അടുപ്പിൽ കഞ്ഞി വെക്കുന്നു. ആ അടുപ്പിൽ ആ പാത്രത്തിൽ നമ്മൾ തൊടുന്നില്ല, അതിന്റെ മുകൾ ഭാഗത്തും നമ്മൾ തൊടുന്നില്ല. അതിന്റെ ആ ഒരു ചുറ്റും വെറുതെ നമ്മൾ ഇരുന്നാൽ പോലും എന്താണ്, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ചൂട് അനുഭവപ്പെടും. അതായത് ഇതിന്റെ സറൗണ്ടിങ്സിലും കൂടി എന്താണ്, ഈ പറയുന്ന താപം അല്ലെങ്കിൽ ഹീറ്റ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പൊ മാധ്യമത്തിന്റെ സഹായം ഒന്നുമില്ലാതെ തന്നെ ഇങ്ങനെ ഹീറ്റ് നഷ്ടപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റേഡിയേഷൻ അല്ലെങ്കിൽ വികിരണം എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഈ 3 മെത്തേഡിലൂടെയാണ് എന്ത് സംഭവിക്കുന്നത്? ഇവിടെ താപം നഷ്ടപ്പെടുന്നത്. ഓർത്തു വെക്കുക കേട്ടോ. ഇനി ഈ ഒരു ചോദ്യം നിങ്ങൾ നോക്കിക്കേടാ. മഴക്കാലത്ത് വലിച്ചു കെട്ടിയ വൈദ്യുതി കമ്പികൾ വേനൽക്കാലത്ത് അഴിഞ്ഞു പോകുന്നത് എന്തുകൊണ്ട്? അതിന്റെ റീസൺ ആണ് നമ്മുടെ തെർമൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ താപീയ വികാസം. നമ്മൾ 3 കേസിലും, അതായത് സോളിഡ്സിലും ലിക്വിഡ്സിലും ഗ്യാസസിലും നമ്മൾ തെർമൽ എക്സ്പാൻഷൻ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സിന് കാരണം അല്ലെങ്കിൽ ഈ ഒരു നാച്ചുറൽ ഫിനോമിനയ്ക്ക് കാരണം എന്താണ്? നമ്മുടെ സോളിഡ്സിലുള്ള തെർമൽ എക്സ്പാൻഷൻ ആണ്. ഓർത്തിരിക്കുക കേട്ടോ, സോളിഡ്സിൽ സംഭവിക്കുന്ന തെർമൽ എക്സ്പാൻഷൻ ആണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്ത ചോദ്യം ഇതാണ്. ഇവിടെ നിങ്ങൾക്ക് ഇതാണ്ട് ഒരു ചെറിയൊരു ചിത്രം കാണുന്നുണ്ട്. നെയിം ദ ലെൻസ് യൂസ്ഡ് ദിസ് എക്സ്പെരിമെന്റ്. ഈ ഒരു എക്സ്പെരിമെന്റിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ലെൻസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ലെൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 തരത്തിലുള്ള ലെൻസ് ഉണ്ട്, ഒന്ന് കോൺവെക്സും കോൺകേവും. അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന ലെൻസ് ഏതാണ്? ഇത് നമ്മുടെ കണ്ണിലൊക്കെയുള്ള ലെൻസ് ആണ്. ഈ ലെൻസിനെ വിളിക്കുന്ന പേരെന്താണെടാ? കോൺവെക്സ് ലെൻസ് ആണ്. അപ്പൊ നിങ്ങൾ താരതമ്യേന നിങ്ങൾ എന്ത് ചെയ്യുക? ഓപ്പോസിറ്റ് വേറെ ഒരു ലെൻസിന്റെ കേസും പഠിച്ചിട്ടുണ്ട്. ഈ കാണുന്ന രീതിയിലുള്ള ലെൻസ് ആണ് നമ്മുടെ കോൺകേവ് ലെൻസ്. ഓർത്തിരിക്കാം. അപ്പൊ ഈ ഒരു പരീക്ഷണത്തിന്റെ നിഗമനം കൂടി എഴുതാൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ നിഗമനം എന്താണ്? ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം, കോൺവെക്സ് ലെൻസിലൂടെ നമ്മൾ എന്ത് ചെയ്തു? ഇതാണ്ട് ലേസർ ഉപയോഗിച്ച് 2 ലൈറ്റ് ഇതാ പാരലലി നമ്മൾ പാസ് ചെയ്യുന്നു. അങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് ഈ ലെൻസിലൂടെ പോയിട്ട് ഇവ രണ്ടും എങ്ങനെയാണ് ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അതായത് ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ കൺവേർജ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നമ്മുടെ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് ലൈറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? കൺവേർജ് ചെയ്യുന്നു. അതാണ് ഈ കൺവേർജിങ് പ്രോപ്പർട്ടി ഓഫ് കോൺവെക്സ് ലെൻസ് ആണ് മക്കൾക്ക് ഇവിടെ ഇതിന്റെ നിഗമനമായിട്ട് എഴുതേണ്ടത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്. ഈ പരീക്ഷണം നടത്തുമ്പോൾ പരിഗണിക്കേണ്ട ഏതെങ്കിലും 2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്താണെടാ? നമ്മുടെ ലൈറ്റ് റേ എന്ന് പറയുന്നത് എന്താണ്? പാരലലി ആയിട്ട് വരണം. അല്ലാതെ രണ്ടും 2 രീതിയിൽ വരരുത്, നേരെ പാരലൽ ആയിട്ട് വരണം. പിന്നെ നിങ്ങൾ ഓർത്തിരിക്കണം, ഇവിടെ ഈ ഒരു ഇതിന്റെ ഉള്ളിൽ അപ്പൊ ഒരു ലിക്വിഡ് ആണെന്ന് വിചാരിക്കുക. ഇതിന്റെ ഉള്ളിൽ ലിക്വിഡ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ആ ലിക്വിഡിനുള്ളിലേക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു സോപ്പിന്റെ വെള്ളം അല്ലെങ്കിൽ സോപ്പും കൂടി ഒന്ന് കലക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു ലൈറ്റ്
ലൈറ്റിന്റെ പാത നിങ്ങൾക്ക് വിസിബിൾ ആവും. അപ്പൊ ഈ 2 കാര്യങ്ങളും എന്താണ്, ഈ ഒരു പരീക്ഷണം സക്സസ്ഫുൾ ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കണ്ടീഷൻ ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പല ചാപ്റ്റേഴ്സിൽ നിന്നുള്ളതാണ്, അല്ലാതെ ഒരു ചാപ്റ്ററിൽ നിന്ന് മാത്രമുള്ള ക്വസ്റ്റ്യൻസ് അല്ല കേട്ടോ മിസ് എഴുതുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് അയച്ചു കൊടുക്കണം. കാരണം ഈ നാളെയാണ് എക്സാം വരുന്നത്. അപ്പൊ നാളത്തെ എക്സാം കൂടി കഴിയുമ്പോഴേക്കും എന്താണ്, നമ്മുടെ 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞല്ലേ, ഈ ഒരു സമയം കൂടി ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി, അധ്വാനിക്കാൻ വേണ്ടി അല്ലേ. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക, എക്സാം തകർത്ത് എഴുതുക. നമുക്കിനി വീണ്ടും കാണാം. ബൈ ബൈ.